ഹലോ എല്ലാ ദിവസവും ഇവിടെ വന്ന് ചായയും കടിയും കഴിക്കാം അല്ലേ ചേട്ടൻ? ചേർത്തേട്ടാ വിട്ടാലോ? നമ്മുടെ ഇന്നലെ ഒരു അടി ഇവിടെ ഉള്ളൊരു സ്പോട്ടാണ്, ഈ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്പോട്ടാണ്. പക്ഷെ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം പോകുന്നു. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. പൊളിയായിരിക്കും. കുറേ വർഷങ്ങളായിട്ടുള്ള കടയാണ് അല്ലേ ചേട്ടാ? മറ്റേ അങ്ങ് വണ്ടിത്തടത്ത് കണ്ടത് 10-15 കൊല്ലം കൊണ്ടുണ്ട്. ഇവിടെ പോയാലോ? അവിടെ ചായ കുടിക്കാം. കുറച്ച് പാലക്കാടുള്ള കടയിൽ പോവാം. ഇവിടെയും പോവാം. ഇവിടെ തന്നെ നൈസല്ലേ? ചിലപ്പം വല്ലാത്ത വല്ല ടേസ്റ്റ് കിട്ടിയാലോ മറ്റേ പറഞ്ഞല്ലേ അവിടെ ദോശയൊക്കെ കാണും. ഹായ് ഇവനെ അറിയാമല്ലോ, ഇവനാണ് ആരോമൽ. അന്നത്തെ മീൻപിടുത്ത എല്ലാത്തിലും ഉണ്ട്. റാണിയെന്ന് ഇതാണ് എൻ്റെ ആസ്ഥാന ചായ സ്ഥലം. ഈവനിങ്ങുള്ള ചായ കൂടിയെല്ലാം ഇവിടെ വന്നിട്ടാണ്. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഈ കടയല്ല, അങ്ങോട്ട് ചിക്കൻ കൊണ്ട് പൊക്കോ. മാസമായിട്ട് കരയിലിട്ട് ചൂണ്ടിട്ട് ആദ്യത്തെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമട്ടാൻ പ്രായപൂർത്തിയായി കരുതേനെ മുമ്പിൽ എത്ര നീളം വരും? ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എണ്ണിയാലൊന്നാത്ത PSC ഗൈഡുകൾ നോക്കി പഠിച്ചിട്ട് ഇന്റർവ്യൂ വരുന്നവരെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊന്നേ അറിയണം, ഈ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി ഇരുന്നാൽ എനിക്ക് ഒന്നുമേ ഞങ്ങൾ പറയാം. ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ ഞാൻ ഇവനെ ഒരു നല്ല റൂം വാങ്ങി കൊടുക്കും. പരമ്പൊക്കെ വൃത്തിയായിട്ട് കിടക്കിട്ട് ഒരു മഴയും കൂടെ ഉണ്ടാകുന്ന നിന്റെ മോനല്ലേ? ഈ ചേട്ടൻ നിന്നതായിട്ടാണ്. അതിലൂടെ വീട്ടിൽ കൊടുക്കാം. നമുക്ക് കയറി അമ്പാടി കൊടുക്കാം. അതുപോലെ
വീട്ടിൽ വന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. പേഴ്സണലി മട്ടൺ പിന്നെ ബീഫ് എല്ലാം കഴിഞ്ഞത് യൂട്യൂബ് 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 നമുക്ക് തന്നെ ആലോചിച്ചാൽ അത് വേണം വേണം കൈകൊള്ളേട്ടാ വേണം. ഒരു പെണ്ണിനെയും കണ്ട ഇഷ്ടപ്പെടാത്ത നിനക്ക് ആ കുട്ടിയോട് താല്പര്യം തോന്നിയ സ്ഥിതിക്ക് ഞാനിത് ആലോചിക്കാൻ തീരുമാനിച്ചു. തീരുമാനിക്കുന്നതിന് മുമ്പ് അവളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയണ്ടേ? ചേട്ടൻകുട്ടിയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ശേഖരൻകുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പോഴാണ് ഈ അച്ഛനെ വിളിച്ചു. ബന്ധുക്കളെന്ന് പറയാൻ ആകെ ഒരു ആന്റിയുണ്ട് അവർ അമേരിക്കയില്. പിന്നെ അടുത്തൊരാളെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സുഹൃത്തും വഴിയായിട്ടുമൊക്കെ ഇതുവരെ മനസ്സിനാണെങ്കിൽ പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റാഞ്ഞതുകൊണ്ടാണ് വിവാഹം ഏറ്റുകൊണ്ടുപോയത്. ആലോചിച്ചിട്ട് കുട്ടി കൂടി പൂർണ്ണ ബോധ്യമായിട്ട് വന്ന തീരുമാനം. മാത്രമല്ലേ ബാക്കിയുള്ളൂ. ഞാനറിയട്ടെ ഇതും പറഞ്ഞിട്ട് പോകും. എന്ത് ആ പെണ്ണ് എന്നെ ഇഷ്ടമാണോ അല്ലെന്ന് ഞാനെങ്ങനെ അറിയുന്നത്? ചോദിക്കണം. അതിന്റെ പിന്നാലെ എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നതാണോ അല്ലേ? നിങ്ങളൊക്കെ നല്ല പ്രഭാവത്തിലൊന്ന് ചോദിക്കാൻ എന്നെ ഇഷ്ടമാണോ? അപ്പോഴേ ഞാൻ നിന്റെ ആരാ? കല്യാണം മാത്രം. ഐ എം എൻഫോഴ്സ്മെന്റ് ഓഫീസർ. യു നോ ദാറ്റ്. ചെന്ന് അവളോട് പറയടാ ഐ ലവ് യു എന്ന്. ആനന്ദത്തിന് ടെൻഷനില് ഞാൻ ഒരു കല്യാണം ചെയ്യാൻ സാറിനെ കണ്ട ഏത് പെണ്ണ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോരുടേതായ കണ്ടെത്തലുണ്ട്. അതിനൊക്കെ അതെ പ്രഭാവതിയുടെ സങ്കല്പം ഇത് നിങ്ങൾ കഴിച്ചോ? വേറെ വാങ്ങാം വീട്ടിൽ കൊണ്ടുപോകും. ഇത് പകുതിയാ എല്ലാ കാര്യങ്ങളും പുറത്തിറങ്ങി നിൽക്കുന്നത് ചേച്ചി കാത്തു തന്നെ നിൽക്കുന്നത്. സമ്മതിച്ചു തന്നെ. എനിക്ക് പറയാനുള്ള വളരെ കറക്റ്റാ. ജോലി കിട്ടിയാൽ ഒരു നല്ല ബന്ധം കിട്ടുമെന്ന്. എന്നാലും ഇത്ര പെട്ടെന്ന് വേണമായിരുന്നോ? മനസ്സിലായില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറയാം. എന്താ ബുദ്ധിച്ച കാര്യം? ഉദ്യോഗത്തിൽ പോയപ്പോ ഞാനൊരു ബഹിരെ വണ്ടി എടുത്തോണ്ട് വിളിക്കും. ഏതായാലും എനിക്കൊരു പരിചയമില്ല. പിന്നെ സമയത്ത് ഓഫീസിലെത്തിയത് ആ പുരുഷന്റെ ബൈക്കിൽ ലിഫ്റ്റ് കിട്ടിയില്ല. അത് ശരി. അവൻ തെറ്റിദ്ധരിച്ചതിൽ കാര്യമുണ്ട്. ഈ ആളുകളായാലും അങ്ങനെയാ. ഒന്ന് മിണ്ടിയാ മതി, ഉടനെ തെറ്റിദ്ധരിക്കും. പിന്നെ കൂടെ ചെല്ലാൻ നിർബന്ധിക്കും. ചിലർക്കൊന്ന് കണ്ടാൽ മതി, അപ്പോഴേക്കും പ്രേമം തുടങ്ങും. എന്തൊരു ടെൻഷൻ. അല്ല ചിലവാകാത്ത ഇന്ത്യയിലെ നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പായ ജോസ്കോ. എന്താ മാമന്റെ പേര്? എൻ്റെ പേര് മോഹൻ നായർ. എത്ര വർഷമായി? ഇവിടെ വണ്ടി നിരത്ത് വന്നിട്ട് 24 വർഷമായി. 24 വർഷം. ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഊണ്, പിന്നെ കാപ്പി ഐറ്റങ്ങൾ, പുട്ട്, അപ്പം, ദോശ, പൊറോട്ട, പിന്നെ മുട്ടക്കറി, ചിക്കൻ കറി, മീൻ വറുത്തത്, രസവട, തക്കാളിക്കറി. എത്ര മണിക്കാ രാവിലെ തുറക്കാം? രാവിലെ തുറക്കണം 5:30, 6 മണി. എത്ര മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ? 9 മണി വരെ. ഊണ് എത്ര മണിക്കാവും? ഊണ് 12:30, 1 മണി. പിന്നെ വൈകുന്നേരം ദോശ, ആംലെറ്റ്, രസവട, പപ്പടം. രാത്രി എത്ര മണി വരെ? 9 മണി വരെ. സുഖമായിട്ട് എങ്ങനെയുണ്ട് ജീവിതം? എങ്ങനെ പോകുന്നു? ജീവിതം തല്ലിക്കൊണ്ട് പോകും. അവന്റെ മക്കളൊക്കെ? മക്കളെല്ലാം കല്യാണം കഴിച്ച് അയച്ച് പെണ്ണുപിള്ളേരെ ഒരു പയ്യൻ പെണ്ണ് കെട്ടി. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്? പുഞ്ചക്കരി. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്തെന്ന് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ. അപ്പോൾ ഫ്രണ്ട്സ്,
വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.